ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അപ്രതീക്ഷിതമായുണ്ടായ പാളയത്തിൽപ്പെട ആം ആദ്മി പാർട്ടിക്ക് തലവേദനയാകുന്നു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിനെതിരെ പരാതി നൽകിയ സ്വാതി മലിവാൾ MP-യും പാർട്ടി നേതൃത്വവും തുറന്ന പോരിലാണ്. സ്വാതി മലിവാൾ ഉടൻ പാർട്ടി വിട്ടേക്കും. വിവാദത്തിനു പിന്നിൽ BJP എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും രൂപീകരിച്ച പരിവർത്തൻ സംഘടനയിലൂടെയാണ് സ്വാതി മലിവാളിന്റെ രാഷ്ട്രീയ പ്രവേശം. അഴിമതിക്കെതിരായ അണ്ണാ ഹസാരെയുടെ പോരാട്ടത്തിലും നിർണായക പങ്കുവഹിച്ചു. 2015-ൽ ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി സ്വാതി ചുമതലയേറ്റു. ഒടുവിൽ പാർട്ടി രാജ്യസഭാ സീറ്റും സ്വാതിക്ക് നൽകി. ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ച സ്വാതി പെട്ടെന്നാണ് നേതാക്കളുടെ കണ്ണിലെ കരടായത്. ജയിലിൽ നിന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവ് ഊർജ്ജമാക്കാനുള്ള ആം ആദ്മിയുടെ ശ്രമത്തിനിടെയാണ് ഇടുത്തി പോലെ സ്വാതി മലിവാളിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാർ മർദ്ദിച്ചെന്നാണ് സ്വാതിയുടെ ആരോപണം. തുടക്കത്തിൽ സ്വാതി മലിവാളിന്റെ ആരോപണം പരിശോധിക്കുമെന്നും ആവശ്യമായി നടപടിയെടുക്കുമെന്നുമായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണം. സ്വാതിയെ പിന്തുണച്ചും സ്ത്രീ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചും BJP കളത്തിലിറങ്ങിയതോടെ കഥ മാറി. മുഖ്യമന്ത്രിയുടെ വസതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സ്വാതി മലിവാൾ തർക്കത്തിലേർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു. മാധ്യമങ്ങളെ കണ്ട മന്ത്രി അതിഷി സഹപ്രവർത്തകയ്ക്കെതിരെ ആഞ്ഞടിച്ചു. സ്വാതി മലിവാൾ BJPയുടെ ഏജന്റ് എന്നാണ് ആരോപണം. ഇതോടെയാണ് എക്സ് പ്രൊഫൈലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ചിത്രം ഉൾപ്പെടെ നീക്കി സ്വാതി പ്രതിഷേധമറിയിച്ചത്. പൊളിറ്റിക്കൽ ഹിറ്റ്മാൻ കളി തുടങ്ങിയെന്ന സ്വാതിയുടെ എക്സ്പോസ്റ്റും മറ്റൊരു തരത്തിൽ കെജ്രിവാളിനെതിരെയുള്ള ഒളിയമ്പാണ്. ആം ആദ്മി പാർട്ടി തള്ളിപ്പറഞ്ഞതോടെ സ്വാതിയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലായി. സ്വാതി മലിവാൾ പാർട്ടി വിട്ടാൻ ആം ആദ്മിക്ക് തിരിച്ചടിയാവുക തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഡൽഹിയിലും പുറത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ജനപ്രീതി നേടിയ വ്യക്തിയാണ് സ്വാതി മലിവാൾ. അനുനയത്തിനുള്ള സാധ്യത ഇരുപക്ഷത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. 24 ഡൽഹി.